2023 സാമ്പത്തിക വർഷയ്ക്ക് എന്ത് പെട്ടെന്നല്ലേ പോയത്. ആക്ച്വലി ഈ ഒരു വർഷം എനിക്ക് ഫുൾ ബിസി ആയിരുന്നു. എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് പോലും ഒന്ന് റിവ്യൂ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. നിനക്കിപ്പോൾ നോക്കിക്കൂടെ, നീ ഇപ്പം എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ. ഇപ്പം നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പോർട്ട്ഫോളിയോ. കഴിഞ്ഞ വർഷം 25% റിട്ടേൺസ് വന്നു. ഈ വർഷവും അതിങ്ങനെ തരുമായിരിക്കും. എന്ത് പറ്റി 25% കിട്ടിയിട്ട് നിനക്ക് സങ്കടമാണല്ലോ. എടോ, എൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആണ്. ഇതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് എപ്പോഴും പറയാറുള്ളത്, നിന്റെ പോർട്ട്ഫോളിയോ നീ ടൈം ടു ടൈം നീ മോണിറ്റർ ചെയ്യണമെന്ന്. കാരണം എല്ലാ മാർക്കറ്റ് സൈക്കിളും എല്ലാ ഫണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നില്ല. ശരിയാ, നീ പറഞ്ഞ് ഞാൻ നേരത്തെ കേൾക്കണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെന്റിൽ ഇപ്പൊ ഏത് ഫണ്ടാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. എൻ്റെ ഫ്രണ്ടിന് ഇപ്പൊ എന്താണ് സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ. നമ്മൾ മിക്കപ്പോഴും മ്യൂച്വൽ ഫണ്ട്സ് എടുക്കും, എന്നിട്ട് നമ്മൾ അതങ്ങ് മറക്കും അല്ലേ. അപ്പോൾ യൂഷ്വലി അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ നിങ്ങളോട് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എന്നോർത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാതെ ഇരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ഈ ബുൾ മാർക്കറ്റ് അതുപോലെ തന്നെ ബേ മാർക്കറ്റിന്റെ ഇടയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പല സൈക്കിളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫണ്ടും എല്ലാ സൈക്കിളും നല്ല റിട്ടേൺസ് തരണമെന്നില്ല. ഇപ്പം ഒരു വർഷം ഒരു ഫണ്ട് നല്ല റിട്ടേൺസ് തന്നെന്ന് കരുതിക്കോ. അങ്ങനെയെങ്കിൽ അടുത്തൊരു വർഷം എന്തെങ്കിലും ഒരു അൺഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ കാരണം ആ ഒരു ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി വർക്ക് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 ഫൈനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാൻ നമ്മൾ ഓർത്തു. അത് കഴിഞ്ഞ വർഷം ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ നൽകിയ 5 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ട്. അപ്പം ഈ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് 29 മാർച്ച് 2023 ഇൻഫോർമേഷൻസ് ആണ്. പക്ഷേ അതിന് മുമ്പ് ടോപ്പ് 5 മ്യൂച്വൽ ഫണ്ട്സിന്റെ പേര് ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്കറിയണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന്. ഇപ്പം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഗ്രീൻ ആണെങ്കിൽ ബുൾ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ റെഡ് ആണെങ്കിൽ ബെയർ എന്ന് നിങ്ങൾ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഫിൽറ്റർ അപ്ലൈ ചെയ്തപ്പം ഹയസ്റ്റ് 1 ഇയർ റിട്ടേൺസ് ഉള്ള ഫണ്ട്സ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് 1 ഇയർ റിട്ടേൺസ് ഉള്ള ഫണ്ടുകളാണ് ഇത്. ഇപ്പം നിങ്ങൾ ഈ ടേബിൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? ഈ 5 എണ്ണത്തിൽ 4 എണ്ണം സെക്ടറൽ അല്ലെങ്കിൽ തിമാറ്റിക് ഫണ്ടാണ്. അപ്പം സെക്ടറൽ അല്ലെങ്കിൽ തിമാറ്റിക് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെക്ടറൽ അല്ലെങ്കിൽ ഇപ്പോൾ തീം ഫോളോ ചെയ്യുന്ന ഫണ്ടിലാണ് ഈ സെക്ടറൽ ഫണ്ട് എന്ന് പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ മാത്രമായിരിക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ 4 സെക്ടറൽ ഫണ്ടിൽ 3 എണ്ണം ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്സ് ആണ്. ലൈക്ക് ഇപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. അപ്പോൾ ഇവരാണ് ലാസ്റ്റ് 1 ഇയറിൽ ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ നൽകിയത്, അതായത് 22.29% റിട്ടേൺസ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ തീമിൽ വരുന്ന ഏതൊക്കെയാണ്? എനർജി, കൺസ്ട്രക്ഷൻ, ഫൈനാൻഷ്യൽ കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ് നോർമലി വരുന്നത്. അപ്പം ഈ ഒരു സെക്ടറിൽ തന്നെ വരുന്ന കുറച്ച് സ്റ്റോക്സ് ഞാൻ പറയാം. അതായത് കഴിഞ്ഞ വർഷം നല്ല റിട്ടേൺസ് തന്ന സ്റ്റോക്സ് ആണ്, അതായത് NTPC, L&T ഒക്കെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ സെക്ടറിൽ അല്ലെങ്കിൽ തിമാറ്റിക് ഫണ്ട് എന്ന് പറഞ്ഞാൽ ജനറലി നല്ല വോളറ്റൈലാണ്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നല്ല റിട്ടേൺസ് തന്നാൽ അടുത്തൊരു പീരീഡിൽ അവർ അണ്ടർ പെർഫോം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സെക്ടറൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്പെസിഫിക് സെക്ടറിലെ സൈക്ലിക്കാലിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുള്ളൂ. സോ ഈ ഒരു സെക്ടറൽ ഫണ്ടിന്റെ ബയാസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർത്തു പല മാർക്കറ്റ് ക്യാപ്പിലുള്ള പല സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ട്സ് നോക്കാമെന്ന്. സോ ഈ ഒരു ഫിൽറ്റർ വെച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പ് 5 ഫണ്ട്സ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 5 ഫണ്ടുകളുടെ പേരും അവരുടെ AUM അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫണ്ടിന്റെ ടോട്ടൽ അസറ്റിന്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ ആണ് AUM മെഷർ ചെയ്യുന്നത്. സോ ആ ഒരു ഫണ്ടിന്റെ സൈസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അടുത്ത നമ്മൾ ഈ ഒരു ഫണ്ടിന്റെ എല്ലാ 6 മന്ത്സ്, 1 ഇയർ, അതുപോലെ 3 ഇയർ, അതുപോലെ തന്നെ 5 ഇയർ CAGR റിട്ടേൺസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് ടേം മാത്രമല്ല ലോങ് ടേം പെർഫോമൻസും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ കാണാം. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് AMC ചാർജ് ചെയ്യുന്ന ഒരു ഫീസാണ്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. ഈ ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം 1 ഇയർ അതുപോലെ തന്നെ 3 ഇയർ CAGR റിട്ടേൺ സ്റ്റാറ്റസ് സ്മോൾ ക്യാപ് ഫണ്ട് ബാക്കിയുള്ള ഫണ്ടുകളെയൊക്കെ കടത്തി വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയസ്റ്റ് 6 മന്ത് റിട്ടേൺസ് ഉള്ളത് HDFC സ്മോൾ ക്യാപ് ഫണ്ടിനാണ്. പക്ഷേ നമ്മൾ 5 ഇയർ CAGR റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ടാണ് ഹയസ്റ്റ് റിട്ടേൺസ് നൽകിയിട്ടുള്ളത് 15.74% റിട്ടേൺസ്. അപ്പം ലാസ്റ്റ് എക്സ്പെൻസ് റേഷ്യോയുടെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് തന്നെയാണ് എക്സ്പെൻസ് റേഷ്യോയിൽ മുന്നിലുള്ളത്, അതായത് 0.26% ആണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള ഫണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഈ ഫണ്ടുകളൊക്കെ ഡയറക്റ്റ് ഫണ്ടുകളാണ്. ഇപ്പം ഞാൻ 5 ഫണ്ടിന്റെ പേര് പറഞ്ഞു, അതുപോലെ തന്നെ അവരുടെ മെയിൻ ഡീറ്റെയിൽസും പറഞ്ഞു. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഫണ്ടുകളുണ്ടോ, അപ്പം നിങ്ങൾ എടുത്തേക്കുന്ന ഫണ്ട് ഏത് സെക്ടറിലേക്കാണ് എക്സ്പോഷർ ഉള്ളത്, അതുപോലെ തന്നെ ഏത് സ്റ്റോക്കിലാണ് നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോക്സ് ഇപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു സ്പെസിഫിക് സ്റ്റോക്കിലേക്കായിരിക്കും ദാൻ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലും. പിന്നെ ആ ഒരു ഫണ്ടിന്റെ സെയിം കാറ്റഗറിയിലുള്ള ബാക്കിയുള്ള ഫണ്ടുകളുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക ഇൻ ടേംസ് ഓഫ് റിട്ടേൺ, എക്സ്പെൻസ് റേഷ്യോ, ടോപ്പ് 10 ഹോൾഡിംഗ്സ് ഒക്കെ ആയിട്ട്. ലാസ്റ്റിൽ നിങ്ങൾക്ക് ഫണ്ട് മാനേജേഴ്സിന്റെ പേര് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അവരുടെ ക്വാളിഫിക്കേഷൻ, പാസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ബേസിൽ നിങ്ങൾക്ക് ഒരു ബൈ ഓർ സെൽ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇത്ര നേരം നിങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു അല്ലേ? ഇനി നിങ്ങൾ ഏത് ആപ്പിൽ നിന്നാണോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ആക്കുക. എന്നിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തേ. അപ്പം ഇതിൽ എത്ര എണ്ണം സെയിം കാറ്റഗറി ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ 5 മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ 3 എണ്ണം ലാർജ് ക്യാപ് ഫണ്ട്സ് ആണുള്ളത്. സോ ഇതുപോലെ നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ പറയാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം നമുക്കിതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.